ലോഗോസ് ക്വിസ് 2025 പഠന ഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 12 ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. ആര് യുദ്ധത്തിനൊരുങ്ങി എന്നാണ് 12-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നത്? ഉത്തരം എഫ്രൈംകാർ. ചോദ്യം 2. യുദ്ധത്തിനൊരുങ്ങിയ എഫ്രൈംകാർ എവിടേക്കാണ് ചെന്നത്? ഉത്തരം സഫോണിലേക്ക്. ചോദ്യം 3. സഫോണിലേക്ക് ചെന്ന എഫ്രൈംകാർ ആരോടാണ് സംസാരിക്കുന്നത്? ഉത്തരം ജഫ്തായോട്. ചോദ്യം 4. സഫോണിലേക്ക് ചെന്ന എഫ്രൈംകാർ ജഫ്തായോട് ആരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്? ഉത്തരം അമ്മോന്യരോട്. ചോദ്യം 5. ആരെയെല്ലാം ഞങ്ങൾ അഗ്നിക്കിരയാക്കും എന്നാണ് എഫ്രൈംകാർ ജഫ്തായോട് പറഞ്ഞത്? ഉത്തരം ജഫ്തായെയും അവന്റെ കുടുംബത്തെയും. ചോദ്യം 6. ആരെല്ലാം തമ്മിൽ വലിയ കലഹത്തിലായി എന്നാണ് ജഫ്ത എഫ്രൈംകാരോട് പറഞ്ഞത്? ഉത്തരം ജഫ്തായും അവന്റെ ജനവും അമ്മോന്യരുമായി. ചോദ്യം 7. ജഫ്തായും അവന്റെ ജനവും അമ്മോന്യരുമായി വലിയ കലഹത്തിലായപ്പോൾ ആരെയാണ് ജഫ്ത രക്ഷയ്ക്കായി വിളിച്ചത്? ഉത്തരം എഫ്രൈംകാർ. ചോദ്യം 8. ജഫ്തായും അവന്റെ ജനവും അമ്മോന്യരുമായി വലിയ കലഹത്തിലായപ്പോൾ എഫ്രൈംകാരെ ജഫ്ത രക്ഷയ്ക്കായി വിളിച്ചപ്പോൾ എഫ്രൈംകാർ ചെയ്തത് എന്ത്? ഉത്തരം അമ്മോന്യരുടെ കൈകളിൽ നിന്ന് ജഫ്തായെയും അവന്റെ ജനത്തെയും രക്ഷിച്ചില്ല. ചോദ്യം 9. എപ്പോൾ താൻ അമ്മോന്യർക്കെതിരെ ചെന്നു എന്നാണ് ജഫ്ത എഫ്രൈംകാരോട് പറഞ്ഞത്? ഉത്തരം നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ. ചോദ്യം 10. എഫ്രൈംകാർ തന്നെ രക്ഷിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ എപ്രകാരമാണ് അമ്മോന്യർക്കെതിരെ ജഫ്ത ചെന്നത്? ഉത്തരം ജീവൻ കയ്യിലെടുത്ത്. ചോദ്യം 11. എഫ്രൈംകാർ തന്നെ രക്ഷിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ ജീവൻ കയ്യിലെടുത്ത് അമ്മോന്യർക്കെതിരെ ജഫ്ത ചെന്നപ്പോൾ കർത്താവ് ചെയ്തതെന്ത്? ഉത്തരം അമ്മോന്യരെ ജഫ്തായുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ചോദ്യം 12. കർത്താവ് അവരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിനു ശേഷം ജഫ്ത എഫ്രൈംകാരോട് ചോദിക്കുന്നത് എന്ത്? ഉത്തരം എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നു. ചോദ്യം 13. എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നോ എന്ന് ചോദിച്ചതിന് ശേഷം ജഫ്ത ആർക്കെതിരെയാണ് യുദ്ധം ചെയ്തത്? ഉത്തരം എഫ്രൈമിനോട്. ചോദ്യം 14. ആരെയെല്ലാം കൂട്ടിയാണ് ജഫ്ത എഫ്രൈമിനോട് യുദ്ധം ചെയ്തത്? ഉത്തരം ഗിലെയാദുകാരെയെല്ലാം. ചോദ്യം 15. ഗിലെയാദുകാരെ കുറിച്ച് എഫ്രൈംകാർ പറഞ്ഞതെന്ത്? ഉത്തരം അഭയാർത്ഥികളാണെന്ന്. ചോദ്യം 16. ആർക്കെല്ലാം ഇടയിലാണ് ഗിലെയാദുകാർ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രൈംകാർ പറഞ്ഞത്? ഉത്തരം എഫ്രൈമിന്റെയും മനാസയുടെയും ഇടയിൽ. ചോദ്യം 17. എഫ്രൈമിന്റെയും മനാസയുടെയും ഇടയിൽ ഗിലെയാദുകാർ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രൈംകാർ പറഞ്ഞപ്പോൾ ഗിലെയാദുകാർ ചെയ്തതെന്ത്? ഉത്തരം എഫ്രൈംകാരെ തകർത്ത് കളഞ്ഞു. 18. എഫ്രൈംകാരോട് എതിർത്ത് ഗിലെയാദുകാർ പിടിച്ചെടുത്തത് എന്ത്? ഉത്തരം ജോർദാന്റെ കടവുകൾ. ചോദ്യം 19. ആരോടെതിർത്താണ് ഗിലെയാദുകാർ ജോർദാന്റെ കടവുകൾ പിടിച്ചെടുത്തത്? ഉത്തരം എഫ്രൈംകാരോട്. ചോദ്യം 20. ആരോടാണ് നീ ഒരു എഫ്രൈംകാരനോ എന്ന് ഗിലെയാദുകാർ ചോദിച്ചിരുന്നത്? ഉത്തരം അഭയാർത്ഥിയോട്. ചോദ്യം 21. എവിടെ നിന്നുള്ള അഭയാർത്ഥിയോടാണ് നീ ഒരു എഫ്രൈംകാരനോ എന്ന് ഗിലെയാദുകാർ ചോദിച്ചിരുന്നത്? ഉത്തരം എഫ്രൈമിൽ നിന്ന്. ചോദ്യം 22. എഫ്രൈമിൽ നിന്ന് ഒരു അഭയാർത്ഥി എന്ത് ചോദിച്ചാലാണ് നീ ഒരു എഫ്രൈംകാരനോ എന്ന് ഗിലെയാദുകാർ ചോദിച്ചിരുന്നത്? ഉത്തരം അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന്. ചോദ്യം 23. എഫ്രൈമിൽ നിന്ന് ഒരു അഭയാർത്ഥിയോട് നീ ഒരു എഫ്രൈംകാരനോ എന്ന് ഗിലെയാദുകാർ ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞാൽ എന്തുച്ചരിക്കുവാനാണ് അഭയാർത്ഥിയോട് പറഞ്ഞിരുന്നത്? ഉത്തരം ഷിബ്ലോത്ത്. ചോദ്യം 24. ഷിബോലത്ത് എന്ന് ഉച്ചരിക്കുവാൻ അഭയാർത്ഥിയോട് പറയുമ്പോൾ എപ്രകാരം ഉച്ചരിക്കാതിരിക്കുമ്പോഴാണ് അഭയാർത്ഥിയെ കൊന്നിരുന്നത്? ഉത്തരം ശരിയായി. ചോദ്യം 25. ഷിബോലത്ത് എന്ന് ഉച്ചരിക്കുവാൻ അഭയാർത്ഥിയോട് പറയുമ്പോൾ ശരിയായി ഉച്ചരിക്കാതെ എന്ത് പറയുമ്പോഴാണ് അഭയാർത്ഥിയെ കൊന്നിരുന്നത്? ഉത്തരം സിബോലത്ത്. ചോദ്യം 26.
ഷിബോലത്ത് എന്ന് ഉച്ചരിക്കുവാൻ അഭയാർത്ഥിയോട് പറയുമ്പോൾ ശരിയായി ഉച്ചരിക്കാതെ സിബോലത്ത് എന്ന് പറയുമ്പോൾ എവിടെ വെച്ചാണ് അവനെ വധിച്ചിരുന്നത്? ഉത്തരം ജോർദാന്റെ കടവുകളിൽ വെച്ച്. ചോദ്യം 27. അപ്രകാരം എത്ര എഫ്രായിംകാരാണ് വധിക്കപ്പെട്ടത്? ഉത്തരം 40,000. ചോദ്യം 28. ജഫ്ത എവിടെ ന്യായപാലനം നടത്തി എന്നാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം ഇസ്രായേലിൽ. ചോദ്യം 29. ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഉത്തരം 6 വർഷം. ചോദ്യം 30. ആര് മരിച്ചു എന്നാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം ജഫ്ത. ചോദ്യം 31. ജഫ്ത മരിച്ചു എന്ന് പറയുന്ന വാചകത്തിൽ ജഫ്തായ്ക്ക് നൽകുന്ന വിശേഷണം എന്ത്? ഉത്തരം ഗിലെയാദുകാരനായ. ചോദ്യം 32. ജഫ്ത അടക്കപ്പെട്ടത് എവിടെ? ഉത്തരം ജഫ്തായുടെ സ്വന്തം പട്ടണമായ ഗിലെയാദിൽ. ചോദ്യം 33. ജഫ്തായ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര്? ഉത്തരം ഇബ്സാൻ. ചോദ്യം 34. ഇബ്സാന്റെ സ്വദേശം ഏത്? ഉത്തരം ബെത്ലേഹം. ചോദ്യം 35. ഇബ്സാന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? ഉത്തരം 30. ചോദ്യം 36. ഇബ്സാന് ആകെ എത്ര പുത്രിമാർ ഉണ്ടായിരുന്നു? ഉത്തരം 60. ചോദ്യം 37. എവിടേക്ക് വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന 30 പുത്രിമാരാണ് ഇബ്സാൻ ഉണ്ടായിരുന്നത്? ഉത്തരം സ്വന്തം കുലത്തിന് വെളിയിൽ. ചോദ്യം 38. എവിടെ നിന്ന് സ്വീകരിച്ച 30 പുത്രിമാരാണ് ഇബ്സാൻ ഉണ്ടായിരുന്നത്? ഉത്തരം കുലത്തിന് വെളിയിൽ. ചോദ്യം 39. ആർക്ക് വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച 30 പുത്രിമാരാണ് ഇബ്സാൻ ഉണ്ടായിരുന്നത്? ഉത്തരം തന്റെ പുത്രന്മാർക്ക് വേണ്ടി. ചോദ്യം 40. ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ഉത്തരം 7 വർഷം. ചോദ്യം 41. ഇബ്സാൻ മരിച്ചടക്കപ്പെട്ടത് എവിടെ? ഉത്തരം ബെത്ലഹേമിൽ. ചോദ്യം 42. ഇബ്സാന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര്? ഉത്തരം ഏലോൻ. ചോദ്യം 43. ഏലോന്റെ വംശം ഏത്? ഉത്തരം സെബുലൂൺ. ചോദ്യം 44. ഏലോൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ഉത്തരം 10 വർഷം. ചോദ്യം 45. ആര് മരിച്ചു എന്നാണ് 10-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം ഇബ്സാൻ. ചോദ്യം 43. ഏലോൻ മരിച്ചപ്പോൾ സംസ്കരിച്ചത് എവിടെ? ഉത്തരം അയ്യാലോണിൽ. ചോദ്യം 47. അയ്യാലോൺ സ്ഥിതി ചെയ്യുന്ന ദേശം? ഉത്തരം സെബുലൂൺ. ചോദ്യം 48. ഏലോന് ശേഷം ഇസ്രായേലിൽ ന്യായാധിപനായത് ആര്? ഉത്തരം അബ്ദോൻ. ചോദ്യം 49. അബ്ദോന്റെ പിതാവ് ആര്? ഉത്തരം ഹില്ലേൽ. ചോദ്യം 50. ഹില്ലേലിന്റെ ദേശം ഏത്? ഉത്തരം പിറദോൻ. ചോദ്യം 51. അബ്ദോന്റെ പുത്രന്മാരുടെ എണ്ണം? ഉത്തരം 40. ചോദ്യം 52. അബ്ദോന്റെ പൗത്രന്മാരുടെ എണ്ണം? ഉത്തരം 30. ചോദ്യം 53. അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാൻ ഉണ്ടായിരുന്നത് എന്ത്? ഉത്തരം കഴുതകൾ. ചോദ്യം 54. അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാൻ ഉണ്ടായിരുന്നത് എത്ര കഴുതകൾ? ഉത്തരം 70. ചോദ്യം 55. അബ്ദോൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ഉത്തരം 8 വർഷം. ചോദ്യം 56. അബ്ദോൻ മരിച്ചപ്പോൾ സംസ്കരിച്ചത് എവിടെ? ഉത്തരം പിറദോൻ. ചോദ്യം 57. പിറദോൻ സ്ഥിതി ചെയ്യുന്ന ദേശം? ഉത്തരം എഫ്രായിം. ചോദ്യം 58. ആരുടെ മലനാട്ടിലാണ് എഫ്രായിം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അമലേക്യരുടെ മലനാട്ടിൽ. ചോദ്യം 59. ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്ന എത്ര പേരെ കുറിച്ചാണ് 12-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം 4. ചോദ്യം 60. 12-ാം അധ്യായത്തിൽ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നതായി പറയപ്പെടുന്നവർ ആരെല്ലാം? ഉത്തരം ജഫ്ത, ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? നിങ്ങളുടെ ഉത്തരം
കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ.